ആശാ സമര സമിതിയുടെ നേതാവായിരുന്ന ശ്രീമതി എസ് മിനി കൂടി ചേരുന്നുണ്ട്. മിനി, ഇതിൽ തൃപ്തിയുണ്ടോ ഇന്ന് സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ തീരുമാനത്തിൽ? തീർച്ചയായും തൃപ്തിയുണ്ട്. കാരണം ഒരു വേതന വർധനവ് അത് വാക്കുപാലിച്ചിരിക്കുന്നു. ആദ്യ മന്ത്രിസഭയിൽ രൂപീകരിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. കാരണം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 266 ദിവസമാണ് സ്ത്രീ തൊഴിലാളികൾ തെരുവിൽ സമരം ചെയ്തത്. അത് അന്ന് ഭരിച്ചിരുന്ന ശ്രീ പിണറായി സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന മിനിമം വേതനം, ഒരു ദിവസം 700 രൂപ എന്ന മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ 4ാമത്തെ വർഷത്തിലാണ് ഞങ്ങൾ സമരവുമായി വന്നത്. വളരെ രമ്യമായി പരിഹരിക്കാവുന്ന, ജനാധിപത്യപരമായി പരിഹരിക്കാവുന്ന ഒരു വിഷയത്തെ 266 ദിവസം തെരുവിലിട്ട് സ്ത്രീ തൊഴിലാളികളെ സമരം ചെയ്യിക്കുകയും ഒടുവിൽ 1000 രൂപ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തുകൊണ്ടാണ് ആ താൽക്കാലികമായ സമരം അവസാനിപ്പിച്ചത്. ഏവർക്കും അറിയാം. അപ്പോൾ ഈ ഗവൺമെൻറ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഗവൺമെൻറ്, അന്ന് ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് നിരവധി തവണ പ്രഖ്യാപിച്ചതുപോലെ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ വർധനവ് ഇന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എത്രയായി മാറും? 12,000 മാറും. ഇപ്പോൾ 12,000 രൂപയാണ് ഓണറേറിയമായി ലഭിക്കാൻ പോകുന്നത്. അതെ, അതായത് 9,000 ആയിരുന്നത് 12,000 കൂടി. ഇപ്പോൾ KN ബാലഗോപാൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 21,000 എന്നുള്ളതായിരുന്നു ആശമാരുടെ ആവശ്യം, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നുള്ളതും. പിന്നെ ഈ സമരത്തിനിടയിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2 തവണയായി 2,000 രൂപയുടെ വർധനവ് ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇടത് സർക്കാർ തന്നെ വരുത്തിയിരുന്നു. പിണറായി സർക്കാർ മാത്രം 3,000 രൂപയുടെ ആകെ വർധനവ് ആശാപ്രവർത്തകർക്ക് നൽകിയിട്ടുമുണ്ട് എന്നാണ്. ഇത് എന്താണ്? അതെ, 7,000 രൂപയായിരുന്നു സമരത്തിന് മുമ്പുണ്ടായിരുന്ന ഓണറേറിയം. ആ ഓണറേറിയത്തിന് 10 മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ 7,000 രൂപ പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുകയും അവർ തന്നെ പറഞ്ഞിരുന്ന മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ആരംഭിച്ചത്. സമരത്തിൻ്റെ 5 തവണ ചർച്ച നടന്നു. 5 തവണ നടന്ന ചർച്ചയിലും 1 രൂപ പോലും വർദ്ധിപ്പിക്കാവുന്ന ഒരു തീരുമാനവും എടുക്കാതെ ആ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. പിന്തിരികയല്ല, അത് മുന്നോട്ട് പോകുകയായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്ന് 1000 രൂപയുടെ ഒരു വർധനവ് വരുത്തുകയുണ്ടായി. പിന്നീട് അത് തെരഞ്ഞെടുപ്പിൽ ആ 1000 രൂപയും ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞു വന്ന ബജറ്റിൽ, അവസാന മാർച്ച് മാസത്തിൽ നടന്ന ബജറ്റിൽ പിന്നെ ഒരു 1000 രൂപയും കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 9,000 രൂപയാക്കിയത്. ഇതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പറഞ്ഞത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ല കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ കേന്ദ്രമല്ല, സംസ്ഥാനം തന്നെയാണെന്ന് ആ പിണറായി സർക്കാരിനെ കൊണ്ട് തന്നെ ഞങ്ങൾ അവസാനം തെളിയിച്ചു. എന്തായാലും 2,000 രൂപ വർദ്ധിപ്പിച്ചിട്ടും അവരുണ്ടാക്കിയ ഡാമേജ് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഈ സ്ത്രീ തൊഴിലാളികളെ ഇത്രയും അധികം കഷ്ടപ്പെടുത്തിയതിൻ്റെ ഡാമേജ് അവസാനിച്ചില്ല എന്നുള്ളതാണ്. അത് ആശാ സമരത്തെ അന്ന് ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് KN ബാലഗോപാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ കൂട്ടിയത് പോരാ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അതൊന്നുമായിട്ടില്ല. അതെ, അതാ തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് പറയാം. അവർ 260 ദിവസവും അവർ മിണ്ടാതിരുന്നവർ, അവർ ആക്ഷേപിച്ചവർ, ഒരു ഗതിയുമില്ലാതെ അവർക്ക് വർദ്ധിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അന്ന് 1000 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ 1000 രൂപ സ്വീകരിച്ചു. അന്ന് KN ബാലഗോപാൽ പറഞ്ഞത് ആശാ സമര നേതാക്കൾക്ക് തൃപ്തിയാണ്, 1000 രൂപ കിട്ടിയപ്പോൾ തന്നെ തൃപ്തിയായിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് തൃപ്തി എന്നല്ല പറഞ്ഞത്, 1000 രൂപ വർദ്ധിപ്പിച്ചത് ഞങ്ങൾ പൊരുതി നേടിയതാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നേടിയതിന് ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ പ്രഖ്യാപിച്ച 21,000 രൂപ എവിടെയെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 5 വർഷം മുമ്പ് പിണറായി ഗവൺമെൻറ് അന്നത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ അച്ചടിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വിതരണം ചെയ്ത അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ട് ഒരു ദിവസം 700 രൂപ. ആർക്കൊക്കെയാണ്? ആശ, അംഗൻവാടി, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് 5 വർഷമായിട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ദിവസം തന്നെ 3,000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു 3,000 രൂപയുടെ ഒരു വർധനവ് വരുന്നത്. പക്ഷേ 3,000 രൂപ എന്നതുകൊണ്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം ഒരു മിനിമം പട്ടിണിയില്ലാതെ ജീവിക്കുവാനുള്ള ഒരു കൂലിയാണ് ഒരു ദിവസം 700 രൂപ. അത് ഏറ്റവും ഒരു മിനിമം കൂലിയാണ്.
അത് ഇതുവരെയും ആയിട്ടില്ല. പക്ഷേ ഇന്ന് ഇവിടെ അധികാരത്തിലേറ്റ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നും അതിൻ്റെ ആദ്യപടിയാണെന്നും പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഡിമാൻഡ് വിരമിക്കൽ ആനുകൂല്യമാണ്. കേരളത്തിൽ വിരമിക്കൽ ആനുകൂല്യമില്ല. കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന 20,000 രൂപ പോലും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നൽകാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ആ വിരമിക്കൽ ആനുകൂല്യത്തെക്കുറിച്ചൊരു തീരുമാനം അടുത്ത മാസം എടുക്കുമെന്ന് പുതിയ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. മറ്റ് നിരവധി നിർദ്ദേശങ്ങൾ ഞങ്ങൾ ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചിരുന്നു. അവരൊരു കമ്മിറ്റിയെ രൂപീകരിച്ചു. 5 മാസം കൊണ്ട് പഠനം നടത്തി പുറത്തു വന്ന റിപ്പോർട്ടിൽ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായത്. ആ നിർദ്ദേശങ്ങളടക്കം ഞങ്ങൾ പുതിയ ഗവൺമെൻറ്റിനെ സമീപിക്കും. അതെല്ലാം പലതും സാങ്കേതികമായ ചില നീക്കുപോക്കുകൾ മാത്രം വേണ്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഉടൻ വരും ദിവസങ്ങളിൽ മാസങ്ങളിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 21,000 രൂപ പ്രതിമാസ വേതനമായിട്ട് കിട്ടണം, ഒപ്പം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും. ഇതാണ് ഇപ്പോഴത്തെ ആവശ്യം. അത് ഈ സർക്കാരിന്റെ മുന്നിലും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഡിമാൻഡ് അത് തന്നെയാണ്. പക്ഷേ സർക്കാർ ഘട്ടം ഘട്ടമായി ഇത് പരിഗണിക്കുമെന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ 1ാം ഘട്ടം നിലയിലുള്ള വാക്ക് ഇന്ന് പാലിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. ഇത് നൽകിയ ഗവൺമെൻറ്റിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികളെ പരിഗണിച്ചതിന് ഈ ഗവൺമെൻറ്റിന് പ്രത്യേക അഭിനന്ദനവും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേരുകയാണ്. അല്ല, ഇത് നിങ്ങൾ ഏതെങ്കിലും സമയപരിധി നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര മാസങ്ങൾക്കകം അടുത്ത ഘട്ടത്തിലെ വർധനവ് നടത്തണം എന്നുള്ളത്? സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള കാര്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അവർ നമ്മളോട് നേരത്തെ പറഞ്ഞത് 21,000 രൂപ ഞങ്ങൾ നൽകുമെന്നാണ് പ്രകടന പത്രികയിലുള്ളത്. അത് എത്ര കാലമെന്നുള്ളത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാൻ തോന്നും. എന്തായാലും ഇനിയും നമുക്ക് ചർച്ചകൾക്കുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വളരെ പ്രതീക്ഷയാണ്. ഞങ്ങളതൊരു ടൈം ബൗണ്ടായിട്ട് ഞങ്ങൾ ഇപ്പം തൽക്കാലം പറയുന്നില്ല. ഈ വന്നതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിപ്പോൾ CPI കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു മുഖ്യ കാരണം ആശമാരുടെ സമരം ആണ്. അത് CPM-നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് CPI അങ്ങനെ പറഞ്ഞത്. ഈ പറയുന്ന CPI ഈ സമരത്തോട് ഏത് സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്? ഇപ്പോൾ ആനി രാജ വന്നിരുന്നു സമരപ്പന്തലിൽ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ആനി രാജ നമ്മുടെ സമരപ്പന്തലിൽ വന്നിരുന്നില്ല. ആനി രാജയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട്. മറിച്ച് ഈ CPI സമരവിരുദ്ധമായ നിലപാടാണ് എടുത്തിരുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒരു തോൽവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം ഞങ്ങളെപ്പോലെ നിസ്സഹായനായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഞങ്ങളെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. അതിന് പോലും നടന്നില്ല. എന്ന് മാത്രമല്ല, സർക്കാർ രൂപീകരിക്കാൻ ഉദ്ദേശിച്ച കമ്മിറ്റിയുടെ ചർച്ചയിൽ CPIയുടെ ട്രേഡ് യൂണിയനായ AITUC അടക്കം സമരവിരുദ്ധ നിലപാടാണ് എടുത്തത്. അവിടെ എല്ലാ ട്രേഡ് യൂണിയനും, ഞങ്ങളുടെ ഒഴികെയുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചാൽ തീരുന്ന പ്രശ്നമാണ്, കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമരം അവസാനിച്ച് പോകണം എന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ആ മീറ്റിങ്ങിൽ വെച്ച് അത്യാവശ്യം ചില ചർച്ചകളിലേക്ക് ഇച്ചിരി വളരെ മുഷിഞ്ഞു തന്നെ ചർച്ചയിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒരു തൊഴിലാളി സംഘടനയായിരിക്കുന്നത് ഞങ്ങളുമായിട്ട് കൊമ്പ് കോർക്കുകയായിരുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് സമരം അവസാനിപ്പിച്ചുകൂടാന്ന്. അപ്പോൾ പിന്നീട് പുറത്തു വന്ന് അപ്പോൾ ഇവർക്ക് പരാജയപ്പെടുമ്പോൾ മാത്രമേ ഇവർക്ക് ചിന്തകൾ ഉണ്ടാകുള്ളൂ എന്നുള്ളത് പറയുന്നത് വളരെ ഖേദകരമാണ്. കാരണം തിരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളാണ് ഇവിടെ നിലനിൽപ്പിനെ നിശ്ചയിക്കുന്നത്. അതൊരിക്കലും പാടില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളോടൊപ്പം, സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കണം. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു, ഈ നേതാക്കന്മാർ ഒരക്ഷരം അതിനെ തിരുത്താൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ മാറി നിന്നുകൊണ്ട് കുറ്റം പറയുന്നത് ഒരു ശരിയായൊരു പ്രവണതയല്ല. അത് മാത്രമല്ല, ബാലഗോപാലിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരുന്നു, അത് തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരും ചെയ്യുന്നത് എന്നാണ്, അല്ലേ? അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ 3,000 രൂപ ഒറ്റയടിക്ക് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ആരംഭശൂരത്വമാണോ എന്നുള്ള രീതിയിൽ പോലുമുണ്ട്, അല്ലേ? അതെന്താണെങ്കിലും അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല. ഈ കേരളം കയ്യിലെടുത്ത് വെച്ച് നെഞ്ചിലേറ്റിയ ഒരു സമരമാണ് ആശാസമരം. കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ, എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഞങ്ങളുടെ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീ തൊഴിലാളികൾ, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ തുടങ്ങി ഈ ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള ആളുകൾ വന്ന് സമരപ്പന്തലിൽ നേരിട്ടും അല്ലാതെയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയുമൊക്കെ ഈ സമരം ന്യായമായി ഡിമാൻഡുകൾ അംഗീകരിച്ച് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ മുമ്പെങ്ങുമില്ലാത്തവണ്ണം കേരളം
വളരെ അവരുടെ കൈവെള്ളയിൽ വെച്ച് വളർത്തിയെടുത്തൊരു സമരമാണ്. എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ ആ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു സൗകര്യമില്ലാത്തൊരു സ്ഥലമാണെന്നറിയാം. പന്തൽ പൊളിക്കുവാനുള്ള ശ്രമം വരെ നടന്നു. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് അന്ന് സോളാർ വിഷയത്തിൽ സമരം നടത്തിയിട്ട് 4ാമത്തെ ദിവസം കക്കൂസില്ലെന്ന് പറഞ്ഞിട്ടാണ് സമരം അവസാനിപ്പിച്ചു പോയത്. ആ കക്കൂസില്ലാത്തടത്ത് 10 വർഷവും ഒരു കക്കൂസ് സർക്കാർ പണിതിട്ടില്ല. ആ സ്ഥലത്താണ് തെരുവിൽ ഞങ്ങൾ അവിടുത്തെ ചെറിയ കച്ചവടക്കാരുടെ അവരുടെ ബാത്റൂമിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്ര പരിമിതമായ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സമരം നടത്തിയത്. സ്ത്രീകൾക്കറിയാം, നമ്മുടെ ജനങ്ങൾക്കറിയാം എത്ര ത്യാഗപൂർണമായ പരിശ്രമം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.